ജസ്റ്റ് ഈ റവ് മാച്ചിങ്ങൊക്കെ ഒന്ന് ചെയ്ത് അതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടൊരു അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ നമുക്ക് പിടിക്കാതെ ഗിയർ ഡൗൺ റവ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് എങ്ങനെയാണ് നോക്കാം. അത് പക്ഷേ നോക്കത്തില്ല, കാരണം അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റവ് മാച്ച് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് തന്നെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആദ്യമേ തന്നെ റവ് മാച്ചിങ് എന്താണെന്ന് നോക്കാം. സൂപ്പർ ബൈക്കിൽ മാത്രമല്ല, ഇപ്പം നോർമൽ ബൈക്കിലും ആൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് റവ് മാച്ചിങ്. നമ്മൾ വണ്ടിയൊക്കെ നിർത്താൻ നേരത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ട് കൊണ്ട് നിർത്തുന്ന സംഭവം അവർ റവ് മാച്ച് ചെയ്ത് നിർത്തുന്നതാണ്. റവ് മാച്ചിങ്ങിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ ജസ്റ്റ് ഈ റവ് മാച്ചിങ്ങൊക്കെ ഒന്ന് ചെയ്ത് അതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടൊരു അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ നമ്മളിനി എന്തെന്ന് പറഞ്ഞാലും റവ് ചെയ്യാതെ ഗിയർ ഡൗൺ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ സിഗ്നലിലൊക്കെ ചെന്ന് നിർത്തുമ്പോൾ തന്നെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തൊന്ന് ഡൗൺ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ഒരു കാരണവശാലും അല്ല കിട്ടില്ല. അപ്പോൾ റവ് മാച്ചിങ് ചെയ്യുന്നത് എന്തിനാണെന്നോ ആദ്യം റവ് മാച്ച് എന്താണെന്ന് നോക്കാം. റവ് മാച്ചിങ് എന്ന് വെച്ചാൽ നമ്മുടെ എൻജിൻ്റെ സ്പീഡും നമ്മുടെ RPM തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ത്രോട്ടിലൊന്ന് ബ്ലിപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് റവ് മാച്ചിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. റവ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ടും നോയ്സും പിന്നെ ജസ്റ്റ് ഒരു ബാക്ക് ലാഷൊക്കെ വരും. അതൊക്കെ നമുക്ക് റവ് മാച്ച് ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാൻ പറ്റും. റവ് മാച്ച് ചെയ്യുന്നത് ഞാൻ വേറെ കാര്യം കളിച്ചില്ല. ഇപ്പോൾ തന്നെ എൻ്റെ വണ്ടി ഇപ്പോൾ ഏത് ഗിയറിലാണോ എന്തോ, എന്തായാലും ഇപ്പോൾ ഞാൻ 4500 RPM-ലാണ്. ഞാൻ ഇപ്പോൾ അടുത്ത ഗിയറിലോട്ട് ഇടുമ്പോൾ RPM ഒന്ന് കുറഞ്ഞ് പിന്നെ ഞാൻ ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണ് RPM കയറുന്നത്. അപ്പോൾ ഓരോ ഗിയറിലും നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് RPM കുറഞ്ഞ് താനെ നമ്മുടെ ഐഡിയൽ RPM എത്തും. അത് എനിക്ക് ഡൗൺ ചെയ്യാൻ നേരത്ത് RPM കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഒരു സർട്ടൻ RPM-ൽ വേണം നമ്മൾ ഡൗൺ ചെയ്യാൻ വേണ്ടി. അപ്പോഴേ നമ്മുടെ എൻജിൻ സ്പീഡും നമ്മുടെ RPM-ഉം തമ്മിൽ പ്രോപ്പറായിട്ട് മാച്ച് ആവും. അപ്പോൾ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ റവ് മാച്ചിങ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതാണ്, റവ് മാച്ച് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യാൻ എപ്പോഴും നമ്മുടെ വണ്ടിക്കും നമുക്ക് നല്ലത്. റവ് മാച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ റൈഡിങ് കുറച്ചുകൂടെ ഒരു പ്രോ ലെവലിലേക്ക് അത്യാവശ്യം നമ്മൾ എത്തും. പിന്നെ റവ് മാച്ച് ചെയ്തതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അത്യാവശ്യം മൈലേജ് ഡ്രോപ്പ് വരും. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അയാൾ റവ് മാച്ച് ചെയ്തും റവ് മാച്ച് ചെയ്യാതെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 35 മൈലേജുള്ള വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്റർ മൈലേജ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് റവ് മാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ നോർമലായിട്ട് ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുത്താണ് മാറുന്നത്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളിത് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ ഡൗൺ ഷിഫ്റ്റ് നോർമൽ രീതിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ക്ലച്ച് പിടിക്കുന്നു, ഗിയർ ഡൗൺ ചെയ്യുന്നു, ഒരു പ്രൊസീജിയർ മാത്രമാണ്. പക്ഷേ റവ് മാച്ചിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒറ്റ ഒരു സ്റ്റെപ്പ് കൂടെ മാത്രം ആഡ് ചെയ്താൽ മതി. ക്ലച്ച്, ആക്സിലേറ്റർ, ഡൗൺ. ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് തന്നെ ഡൗൺ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ വണ്ടി ഒന്ന് നിർത്തി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ നിർത്തണമെന്ന് വെച്ചാൽ ഇങ്ങനെ റവ് ചെയ്ത് നിർത്തുന്ന ഒരു ഇത് നമുക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. ഒരു ഫീലുമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് അഡിക്റ്റ് ആയിപ്പോവും. പിന്നെ ഈ മൈലേജ് ഡ്രോപ്പ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് നമ്മളെത്തും. പിന്നെ റവ് മാച്ച് ചെയ്ത് പഠിക്കുന്നത് ആദ്യം 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കൊക്കെ ടൈമിംഗ് കുറച്ച് വ്യത്യാസം വരും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടൈമിംഗ് ആണ്. ടൈമിംഗ് ഇല്ലെങ്കിൽ റവ് മാച്ച് ഒരു ജർക്കിയായിട്ട് നമ്മുടെ എഞ്ചിനൊക്കെ കുറച്ച് കംപ്ലൈൻ്റ് ആണ്, ടൈമിംഗ് ഇല്ലാതെ ഇങ്ങനെ ആക്സിലേറ്റർ ഡൗൺ ചെയ്യുന്നത്. പിന്നെ പലർക്കും ഉണ്ടാകുന്നൊരു പേടിയാണ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകുമോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ക്ലച്ച് പിടിച്ചിട്ടാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആദ്യം റവ് മാച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ബാക്കിലെ വണ്ടിയും അതിൻ്റെ റോഡിലൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇത് നോക്കുന്ന പോലുമില്ല. എനിക്ക് നോർമലായിട്ട് തന്നെ മസിൽ മെമ്മറി അതുള്ളതുകൊണ്ട് താനേ ഞാൻ റവ് മാച്ച് ചെയ്താണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ ഇനി ഈ റവ് മാച്ച് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റവ് മാച്ച് ഓരോ സ്ഥലങ്ങളിലും സ്പീഡ് പറഞ്ഞ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒന്ന് റവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ക്ലച്ച് പിടിക്കുന്നതും ആക്സിലേറ്റർ ഒന്ന് ബ്ലിപ്പ് ചെയ്യുന്നതും ഗിയർ ഡൗൺ ചെയ്യുന്നതും ഒരേ ഒരു സിങ്കിൽ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ സംഭവം ഇത് കുറവായിട്ട് ഒരുമാതിരി നമുക്ക് ഫീൽ ചെയ്യും. അതിൽ ഈ ക്ലച്ച് പിടിക്കുന്നതും ഗിയർ ഡൗൺ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ടൈമിംഗ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഈ ആക്സിലേറ്ററോട് ഒന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചാൽ ഈ ഒരു ഇത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് അത്യാവശ്യം നൈസ് ഒരു സംഭവമാണ്. നമുക്ക് ഈ അത്യാവശ്യം വളവിലൊക്കെ ഇതിനൊക്കെ റവ് മാച്ച് ചെയ്ത് ഡൗൺ ചെയ്ത് കറക്റ്റ് നമുക്ക് എഞ്ചിൻ ബ്രേക്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു ഫീൽ തന്നെ വേറെ ലെവലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ആദ്യം ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് ടൈമിങ്
ശരിയായിരിക്കില്ല. അപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ, അത്യാവശ്യം ഒഴിഞ്ഞ റോഡിലൊക്കെ വേണം ചെയ്ത് പഠിക്കാൻ. കാണിച്ച് നമ്മൾ റവ് മാച്ച് ചെയ്ത് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉള്ള ഡ്രൈവിംഗ് ആയിരിക്കില്ല. നമ്മൾ റവ് മാച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ മൈലേജ് ഡ്രോപ്പൊക്കെ ഉണ്ടെങ്കിലും അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഏതൊക്കെ വണ്ടി ചെയ്യാൻ പറ്റും, ഏതൊക്കെ വണ്ടി ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടിയിലാണോ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഹൈ റവിങ് എൻജിൻസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല രസമായിരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടി. അല്ലാതെ നമുക്ക് ഏത് വണ്ടിയിലും ആർക്ക് വേണോ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ റവ് മാച്ച് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ക്ലച്ച് പിടിക്കാതെ ഗിയർ ഡൗൺ റവ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അത് പക്ഷേ നോക്കത്തില്ല, കാരണം അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ജസ്റ്റ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ മറ്റേത് പഠിച്ചപ്പോൾ തന്നെ ആദ്യത്തെ കുറച്ച് ട്രെയിൽസൊക്കെ ഒരുമാതിരി ജർക്കിയായിട്ടിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിലോട്ട് കിടക്കാൻ നിന്നില്ല. ഇതിൽ തന്നെ ഞാൻ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ കോളയൊന്നുമില്ല കുറച്ച് നാൾ. അപ്പോഴത്തേക്ക് പഠിക്കുമ്പോഴത്തേക്ക് ക്ലച്ച് പിടിക്കാതെ റവ് ചെയ്യുന്നത് കൂടെ ഒന്ന് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ എല്ലാം എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്ത ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മുടെ ആ ക്ലച്ച് പിടിക്കുന്ന ആ ഒരു ഇത് അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് വണ്ടി കുഴപ്പമെന്ന് വെച്ചാൽ ഇല്ല. നമ്മൾ ഈ ത്രോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലച്ചസ് താനേ ഡിസെൻഗേജ് ആവുന്നൊരു എഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ക്ലച്ചിങ് പിടിക്കേണ്ട ആവശ്യം അവിടെ അല്ലെങ്കിലും വരുന്നില്ല. പക്ഷേ ടൈമിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ചെയ്യുന്നതെല്ലാം പക്ക ടൈമിങ്ങിൽ തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡബിൾ പണിയാണ്. പിന്നെ ക്ലച്ചൊക്കെ പെട്ടെന്ന് തീരും മര്യാദയ്ക്കൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ. പക്ഷേ ഇതൊന്നും പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താനേ നമ്മുടെ കൈയും ഫിംഗേഴ്സൊക്കെ അതിന് അഡാപ്റ്റായിട്ട് പക്ക പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ വളരെ കാണിച്ചാൽ ഇങ്ങനെ റവ് ചെയ്ത് വണ്ടി ഒന്ന് കിടത്തി എടുക്കേണ്ട ഫീല് ഞാൻ നേരത്തെ നമുക്ക് വേറെയാണ്. അപ്പോൾ ഇത് മിക്കുള്ളവരും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അക്കൗണ്ടിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കും. ഞാൻ ഇതിലുള്ള ഷോർട്ട്സൊക്കെ ആയിട്ടിരുന്ന മിക്കുള്ളതും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലായിരിക്കും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് കണ്ടൻസിനും അല്ല മോഡിഫിക്കേഷൻ കണ്ടൻസിനൊക്കെ എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.